മറ്റുള്ള മാസങ്ങളെക്കാൾ, മറ്റുള്ള ദിവസങ്ങളെക്കാൾ, മറ്റുള്ള മണിക്കൂറുകളെക്കാൾ, മറ്റുള്ള സെക്കൻഡുകളെക്കാൾ ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ട് കിട്ടുന്നത് ഈ പരിശുദ്ധമായ റമളാനിന്റെ രാത്രികളിലാണ്, റമളാനിന്റെ പകലുകളിലാണ്. പ്രിയപ്പെട്ട ഉമ്മമാര് കൈകൾ അങ്ങുയർത്തുമ്പോ പടച്ചോനെ, ജീവിതത്തിൽ കണ്ണീരോടെ കടന്നുപോയ മകനുണ്ടാകും, വീടില്ലാത്ത മകനുണ്ടാകും, കച്ചവടമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയ മകനുണ്ടാകും. ഉമ്മാ, നിങ്ങളുടെ ആ ഒരൊറ്റ ദുആ മതി നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടാൻ, നിങ്ങളുടെ മക്കളുടെ കച്ചവടം പുരോഗമിക്കാൻ, നിങ്ങളുടെ മക്കൾക്ക് നല്ല ബുദ്ധി വളരാൻ. അതുകൊണ്ട് കൊച്ചുമക്കളുള്ള ഉമ്മ, കൊച്ചുമക്കളുള്ള സഹോദരിമാരെ, നിങ്ങൾ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നിങ്ങളൊന്ന് ദുആരുന്നാൽ നിങ്ങളുടെ കൊച്ചുമക്കൾ പോലും ബുദ്ധിയുള്ള മക്കളായി മാറും. നിങ്ങളുടെ ആ ഒരൊറ്റ ദുആയാണ് അതിന് കാരണമാകുന്നത്. എന്തിനേറെ സുബ്ഹാനല്ലാഹ്, ബഗ്ദാദിന്റെ മണ്ണിലൂടെ ഇങ്ങനൊരു പെണ്ണ് നടക്കുകയാണ്. ആ പെണ്ണിന്റെ മനസ്സിൽ അല്ലാഹുവേ 3 മക്കളുണ്ട്. ആ പ്രിയപ്പെട്ട 3 മക്കളും നല്ല നിലയിൽ എത്തണമെന്ന, മക്കൾക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ട്, ഒരുപാട് വയസ്സായിട്ടുണ്ട്, ഒരുപാട് സമയമായിട്ടുണ്ട്. അല്ലാഹുവേ, പ്രിയപ്പെട്ട പുന്നാര മക്കള് നന്നാകണമെന്ന് പറഞ്ഞിട്ട് ദുആരക്കാൻ പോയി. ദുആ ചെയ്യാൻ വേണ്ടി പോകുന്ന വീട്ടിലേക്ക് അവിടെ താലിമായ മനുഷ്യൻ പറഞ്ഞു, ഉമ്മാ, നിങ്ങൾക്ക് 3 മക്കളാണെങ്കിൽ ഈ 3 മക്കൾക്ക് ഞാൻ ദുആ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇത് പരിശുദ്ധമായ ശഹ്റു റമളാൻ, ഇത് റമളാനാണ്. നിങ്ങളുടെ ദുആക്കാണ് പവർ. മക്കൾക്ക് വേണ്ടി ഉമ്മ നിങ്ങൾ ദുആരക്കുമ്പോൾ നിങ്ങളുടെ കണ്ണു നിറയൂലേ, നിങ്ങളുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊഴുകൂലേ. പുഞ്ചിരി പോൽ പൂമണമേ മുത്തൊള്ളിയ പാഹനബി ചൊല്ലിയതാ വാക്കുകളെ തിങ്കളൊളിവേ, അമ്പിളി പോൽ ലംഘിടുന്ന പൂമുത്തിന്റെ വാക്കുകളാ ചൊല്ലിടുമോ ഉമ്മയുടെ ചാരയും നീയേ. ഉമ്മാന്റെ ചാരത്താണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഉമ്മയോട് ദ്വാരക്കാൻ പറയാം. ആ ദുആ അത്ഭുതമാണ്. 3 മക്കളുടെ സങ്കടങ്ങൾ അറിഞ്ഞ ഉമ്മ നടന്ന് നടന്ന് കടന്നു വരുന്നുണ്ട്. മഹാനുഭാവൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു ദുആ അത് മതിയല്ലോ 3 മക്കൾ നന്നാകാൻ. വിശിഷ്യ പ്രത്യേകിച്ച് റമളാനില് കേട്ടപാട് നിറഞ്ഞ മനസ്സോടെ കടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, വീടിന്റെ അകത്തട്ടിലേക്കങ്ങ് കടന്നിരുന്നു. ഈ ഉമ്മ ദുആ ചെയ്തു മൂത്ത മകനിക്ക് വേണ്ടി, അല്ലാഹുവേ, അവൻ നല്ല കച്ചവടക്കാരനാണ്, അവനിന്ന് പാപപ്പെട്ടവനായി, അവനിന്ന് വല്ലാതെ കച്ചവടമില്ലാതെ, അവന്റെ മക്കള് പോലും സങ്കടത്തിലാണ്, അവനിക്ക് സ്വന്തമായിട്ടുള്ള വീട് പോലും വിറ്റുപോയി. സഹോദരങ്ങളെ, മക്കൾക്ക് വീടില്ലെങ്കില്, മക്കൾക്കൊരു വാഹനമില്ലെങ്കില്, മക്കളുടെ മക്കൾക്ക് രോഗമായാലു കരയുന്നവരാണ് പ്രിയപ്പെട്ട ഉമ്മമാർ. അതുകൊണ്ട് അവർ ദുആ ചെയ്തു, അവന്റെ മക്കള് പട്ടിണിയാണ് റബ്ബേ, അതുകൊണ്ട് അവന്റെ കച്ചവടത്തെ തിരിച്ചു കൊടുക്കണേ അല്ലാ. രണ്ടാമത്തെ മകനിക്ക് അവിടെ നിന്ന് രോഗമാണ്. റമളാനിനെ മുന്നിൽ വെച്ചിട്ട് ദുആ ചെയ്ത്, പടച്ചോനെ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുവേ, പ്രിയപ്പെട്ട പുന്നാര മകനുണ്ടല്ലോ, പുന്നാര മകനുണ്ടല്ലോ, അവൻ വല്ലാത്ത രോഗിയാണ്. അവന്റെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, അവന്റെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. ഈ റമളാനിന്റെ പവർ കൊണ്ട് നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പുന്നാര ഉമ്മ ദുആരന്നു. ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ ദുആ ചെയ്തു. നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്തിട്ട് പ്രിയപ്പെട്ട ഉമ്മ വീട്ടിലേക്ക് ഇരിക്കുകയാണ്. 3ാമത്തെ മകനി കാണുക 2 കാതും കേൾക്കൂല, ഉമ്മ എന്ത് പറഞ്ഞാലും കേൾക്കാൻ പറ്റൂല. അങ്ങനെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ ദുആരന്നു, റബ്ബേ, എന്റെ പ്രിയപ്പെട്ട മകന്റെ കാതുകൾക്ക് നല്ല കേൾവി ശക്തി കൊടുക്കണേ അല്ലാ.
ഉമ്മ 3 മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു ദുആരന്നു. ഒന്നാമത്തെ മകനിക്ക് അവിടുന്ന് കച്ചവടത്തിന്റെ പേര് പറഞ്ഞു. 2 ദിവസങ്ങൾക്ക് കഴിയുമ്പോ ബഗ്ദാദിലുള്ള വീട്ടിലേക്ക് പ്രിയപ്പെട്ട പുന്നാര മകനങ്ങ് കടന്നു വരുന്നുണ്ട്. ഉമ്മാ അൽഹംദുലില്ലാഹ്, നല്ല സന്തോഷമായി ഉമ്മാ. നഷ്ടപ്പെട്ടു പോയ കച്ചവടങ്ങളെല്ലാം തിരിച്ചു ലഭിച്ചു ഉമ്മാ. നഷ്ടപ്പെട്ടു പോയ കച്ചവടങ്ങളെല്ലാം തിരിച്ചു കിട്ടി ഉമ്മ. ഇപ്പൊ നല്ല ലാഭം കിട്ടുന്നുണ്ട്. എന്റെ ഉമ്മ നിങ്ങളുടെ ദുആയാണെന്ന് എനിക്കറിയാ. എന്റെ ഉമ്മ ഒന്നുകൂടെ ഞങ്ങൾക്ക് ദുആരക്കുമോ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട പുന്നാര ഉമ്മയോട് മകൻ അവിടെ നിന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് തിരിച്ചു നടക്കുകയാണ്. അല്ലാഹുവേ, മകന്റെ കച്ചവടം ഇങ്ങനെ കൂടി വന്നു, നല്ല ലാഭമുണ്ടായി. 2ാമത്തെ മകനിക്ക് ദുആ ചെയ്തു, റബ്ബേ എന്റെ പൊന്നുമോന്റെ രോഗം നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഈ റമളാനെ മുന്നിൽ വെച്ചിട്ട് ചോദിക്കുകയാണ്, നീ തട്ടല്ലേ റബ്ബേ. അല്ലാ, 1ാമത്തെ മകനിക്ക് കച്ചവടമാണ്, അതിൽ ബറക്കത്ത് കൊടുക്കണേന്ന് റബ്ബിനോട് പറഞ്ഞു. അല്ലാഹു അതിൽ ബറക്കത്ത് കൊടുത്തു. 2ാമത്തെ മകനിക്ക് രോഗമാണ്. പടച്ചോനെ, എന്റെ മോന്റെ രോഗത്തിന് ശിഫാ കൊടുക്കണേ അല്ലാ. റമളാനിന്റെ ബറക്കത്ത് കൊണ്ട്, റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ മകനിക്ക് ശിഫാ കൊടുക്കണം. ആരാണ്? ഉമ്മ ദുആ ചെയ്തു. പടച്ചോനെ, റമളാനിന്റെ പോരിശ കൊണ്ട് എന്റെ മകനിക്ക് നല്ലതുപോലെ നടക്കാനും എന്റെ മകന്റെ എല്ലാ സങ്കടങ്ങളും വേദനകളും മാറ്റി നീ സമാധാനം തരണമെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവര് ദുആ ചെയ്യുമ്പോ ഉമ്മ ദുആ ചെയ്തപ്പോ അല്ലാഹു ആ പ്രിയപ്പെട്ട പൊന്നുമകന്റെ രോഗത്തിന് അല്ലാഹു ശിഫാ കൊടുത്തു. 3ാമത്തെ മകനോ അൽഹംദുലില്ലാഹ്, ഉമ്മാന്റെ ദുആ കൊണ്ട് ഉമ്മ മെല്ലെ വിളിച്ചു. മോനെ, അറിയാതെ ഉമ്മ വിളിച്ചതാണ്. പെട്ടെന്ന് മകൻ വിളി കേട്ടു, എന്തേ ഉമ്മ? അപ്പോഴാണ് വലക്കൽ ഹംദു യാ അല്ലാഹ് വലക ശുക്ർ യാ അല്ലാഹ്. എന്റെ ഉമ്മാന്റെ ദുആ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയല്ല പടച്ചോനെ. എന്റെ ഉമ്മാന്റെ ആ ഒരൊറ്റ ദുആയല്ലോ എന്നെ ഇങ്ങനൊരു സന്തോഷത്തിലേക്ക് എത്തിച്ചത്, ഇങ്ങനെ ഒരു ആനന്ദത്തിലേക്ക് എന്നെ എത്തിച്ചത്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മകൻ കടന്നു വന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ, നിങ്ങളുടെ ദുആ ഈ റമളാനിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എല്ലാ പിണക്കങ്ങളും, മക്കളല്ലേ, മാപ്പ് കൊടുക്കണം, പൊരുത്തപ്പെട്ടു കൊടുക്കണം, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറ്റണം. ഇല്ലേ? ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പല മേഖലകളിലേക്ക് പോകുന്നവരാണ് മക്കളൊക്കെ. ഇല്ലേ? ജീവിതത്തിന് വഴിമുട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ സങ്കടം വരുമ്പോഴാണ് പലരും, അതിന് ഉസ്താദുമാരായാലും വേണ്ടില്ല, പ്രവാസികളാണെങ്കിലും വേണ്ടില്ല, എവിടത്തേക്ക് പിന്നെ ഉസ്താദുമാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും സയ്യിദന്മാരാണെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ വരുമ്പോ അവരൊക്കെ പ്രവാസ ലോകത്തേക്ക് പോകാനുണ്ട്. അവരൊക്കെ പ്രവാസ ലോകത്ത് പോകും. അവൻ ഇവിടെ നല്ല ഉഷാറായിരുന്നല്ലോ, നല്ല പള്ളി ഇമാമുള്ള ആളായിരുന്നല്ലോ, നല്ല വാള് പറഞ്ഞ ആളായിരുന്നല്ലോ, ഒപ്പം അങ്ങോട്ട് പോയല്ലോ. ജീവിതം വഴിമുട്ടി ആരാ പോകാത്ത? ജീവിതത്തിലേക്ക് വല്ല സങ്കടം വന്നാ പോകാത്തവരുണ്ടോ? അതുകൊണ്ട് മുഅ്മിനേ, മക്കള് പലരും പ്രവാസികളാണ്. ആ പാപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിലേക്കങ്ങ് പറഞ്ഞോ, അല്ലാഹു തട്ടൂല്ല, അല്ലാഹു നിങ്ങളുടെ മക്കളെ പരാജയപ്പെടുത്തൂല്ല. അവർ ഏത് മേഖലകളിലാണോ, പല ഉമ്മമാര് പല മേഖലകളിലാണ്. പല ഉമ്മമാരെ മക്കൾ 6 മക്കളുണ്ടെങ്കിൽ 6 മക്കളും 6 രീതിയിലാ. ഒരു മകൻ പ്രവാസിയായി, അല്ലെങ്കിൽ ഒരു മകൻ ഡോക്ടറായിരിക്കും, അല്ലെങ്കിൽ മകന്റെ ഭാര്യ ഡോക്ടറായിരിക്കും. അല്ല എന്നുണ്ടെങ്കിലോ മറ്റുള്ള മേഖലകളിൽ മകൻ അവിടെ നിന്ന് നല്ലതുപോലെ ഭക്ഷണം പാചകം ചെയ്യുന്നവരായിരിക്കും. മറ്റുള്ള മക്കൾ പ്രവാസ ലോകത്ത് നല്ല എഞ്ചിനീയർ ആയിരിക്കും. ഏത് മേഖലകളിൽ മക്കൾ പ്രവർത്തിച്ചാലും മക്കള് പ്രവർത്തിക്കുന്ന മേഖല പറഞ്ഞു ദുആ ചെയ്താൽ അല്ലാഹു തട്ടിക്കളയൂല്ല. എന്റെ പെങ്ങളെ, ചെറുപ്പക്കാരാ, നടക്കാൻ കഴിയാത്ത ശരീരങ്ങൾ ചുക്കിച്ചുളിഞ്ഞു പോയ പാവപ്പെട്ട ഉമ്മയുണ്ടല്ലോ വീട്ടിന്റെ ഉള്ളില്, ആ ചുളിഞ്ഞു പോയ കരങ്ങൾ വല്ലാത്ത അത്ഭുതമാണ്. ആ
ചുക്കിച്ചുളിഞ്ഞു പോയ കരങ്ങൾ, അത് അത്ഭുതങ്ങളുടെ കലവറയാണ്, അത് അത്ഭുതങ്ങളുടെ കലയാണ്, അത് അത്ഭുതങ്ങളുടെ കൈയാണ്. ആ വിറക്കുന്ന ചുണ്ടോടെ അവരൊന്ന് ദുആ ചെയ്താൽ അല്ലാഹു അതിനെ തട്ടിക്കളയില്ല. റബ്ബേ, എന്റെ മക്കളെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഉമ്മ വന്ന് കരയുമ്പോ അല്ലാഹു അത് തട്ടൂലല്ലോ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു മകൻ എന്ത് ജോലി ചെയ്യുന്നു? അപ്പൊ പറയണ, റബ്ബേ എന്റെ മകൻ ഡോക്ടറാ, നീ സന്തോഷം കൊടുക്കണേ അല്ലാ. എന്റെ മകൻ എഞ്ചിനീയറാ, അതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എന്റെ മകൻ വാഹനമോടിക്കുന്നവനാ, അപകടങ്ങൾ വരുത്തല്ലേ റബ്ബേ. എല്ലാവരും ദ്വാരക്കണം, നല്ല മനസ്സോടെ നല്ല നിയ്യത്തോടു കൂടി. നിങ്ങളുടെ ദുആയിലാണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുക, നിങ്ങളുടെ ദുആയിലാണ് അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. ഉമ്മമാരെ, നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നടിക്കല്ല, നിങ്ങൾ മാറ്റിവെക്കല്ലേ നിങ്ങളുടെ സമയങ്ങള്. നിങ്ങളുടെ സമയമാണ് ഏറ്റവും നല്ലത്, നിങ്ങളുടെ സമയമാണ് ഏറ്റവും കുളിർമയായത്. മനതാരിൽ സ്നേഹം നൽകും മണിമുത്തു നീതിയാണ്, അലിവിന്റെ കൂടമാണ് പൊന്നുമ്മായെന്നും, ആരാലും മോഹിച്ചിടും സ്നേഹത്തിന്റെ നീറക്കൂടം, അലിവിന്റെ പൂന്തോട്ടമാണെന്റുമ്മ. മനതുള്ളിൽ കരഞ്ഞിടും അറിയാതെ നിറഞ്ഞിടും, ആഹ്ലാദം നിറയുന്ന നേരമാവുമ്മ. കരയുന്നു കണ്ണുനീരാൽ മനസ്സത പിടയുന്നു, അറിയാതെ കരഞ്ഞൊരു പൊന്നുമ്മ. എന്താണ് കരയുന്നേ എന്നൊരു ചോദ്യം ഇല്ലാതെ, എന്തേ പിണഞ്ഞതെന്ന് പറഞ്ഞങ്ങെടുക്കുന്നേ. കവിളത്തിൽ മണിമുത്തം ചൂരുതൂരാ തരുന്നേ, അത്ഭുതമാലി കണ്ണു നീരാതങ്ങനെ ഒഴുകുന്നേ. സ്നേഹക്കടലാണ് എന്നോട് പൊന്നുമ്മ, മനസ്സുള്ളിൽ സ്നേഹം നൽകും കാരുണ്യവുമ്മ. അറിയാതെ സ്നേഹത്തിൻ പുഞ്ചിരിയാണ്, കാരുണ്യ പൂങ്കടലാണ്. അലതല്ലും തീരമാല മാറി നിൽക്കും സ്നേഹമാണ്, ജീവന്റെ ജീവനായ പൊന്നുമ്മ എന്നും. മനസ്സുള്ളിൽ നിറച്ചിടും കൺമണിയായ പൊന്നിൻ കുടമേ, സ്നേഹത്താൽ നിറച്ചിടും പൊന്നുമ്മ. ഒരുപാട് സ്നേഹം തന്നവരാണ്, ഒരുപാട് അനുരാഗം തന്നവരാണ്. ആ ഉമ്മ നമ്മളെ കൈവിടില്ല. നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ അല്ലാഹുവിലേക്ക് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് പാഠം നൽകും, ഒരുപാട് സന്തോഷം നൽകും. നമ്മൾ ഇനി അവരോട് ദുആ ചെയ്യാൻ പറയണമെന്നൊന്നുമില്ല. നമ്മുടെ ഉമ്മമാരി എന്ന് പറഞ്ഞാൽ, മക്കൾ ഇനി എത്ര വഴക്ക് പറഞ്ഞാലും, എത്ര കുറ്റപ്പെടുത്തിയാലും, എത്ര ആക്ഷേപിച്ചാലും, എത്ര കളിയാക്കിയാലും, ആ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മമാർ നമുക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ഇല്ലേ, അതുറപ്പാണ്. ഒരുപാട് സ്നേഹം തന്നുപോയ പല ഉമ്മമാരും ഇന്നില്ല. അവർ ജീവിച്ചിരുന്നൊരു സമയത്ത് അവരുടെ വിലകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ഇനിയുള്ള സമയങ്ങളിൽ ആ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉമ്മ, നമ്മുടെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ നോക്കുക. അവരോട് വിളിച്ചിട്ട്, ഫോണിൽ വിളിച്ചിട്ടെങ്കിലും പറയണം, ഉമ്മ ഇന്നത്തെ ദുആയിൽ ഈ സാധുവായ മകനെ കൂടെ ഉൾപ്പെടുത്തണം. ഉമ്മമാര് ദുആ ചെയ്യുമെങ്കിലും മക്കളൊന്ന് പറയുമ്പോ അതൊരു മാധുര്യം വേറെയാണ്, അതൊരു സന്തോഷം വേറെയാണ്. ശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ പവിത്രമായ നോമ്പിൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് പറയാനുള്ളതാണ്. അന്നത്തെ ഓരോ വഖത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് പോരിശകളുണ്ട്.
മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട് എഴുന്നേക്കാൻ കഴിയാതെ വിഷമത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പരിശുദ്ധമായ റമളാനിന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഇതുല്യ അടുത്ത ഒരു റമളാനിൽ നമ്മൾ ഉണ്ടാകുമെന്ന് പറയാനും കഴിയില്ല. നമ്മളെപ്പോലെ ആരോഗ്യമുണ്ടായിരുന്ന, നമ്മളെപ്പോലെ തന്റെ ഇടമുണ്ടായിരുന്ന, നമ്മളെപ്പോലെ സൗഭാഗ്യമുണ്ടായിരുന്ന പലരും 6 അടി മണ്ണാകുന്ന ഖബറിന്റെ അകത്തട്ടിലാണ്, ഖബറിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഉള്ള സമയത്ത് 5 ദിവസമെങ്കിൽ 5 ദിവസം അള്ളാഹുവിലേക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചോദിക്കാനുള്ളവരാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, നല്ല നീയത്തോടുകൂടി കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത്, എല്ലാവരും കടത്തിലാണ്, എല്ലാവരും ദാരിദ്ര്യത്തിലാണ്, എല്ലാവരും ഒരുപാട് വലിയ വലിയ മുതലാളിമാര് പോലും ഉസ്താദേ കച്ചവടമൊന്നുമില്ല ദ്വാരക്കണമെന്ന് പറയുന്നവരാണ്. എന്നാൽ ഇന്ന് നമ്മൾ പതിവാക്കണം, ഈ നോമ്പിന്റെ സന്തോഷത്തിലൂടെ കടന്നു പോകുമ്പോ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. സൂറത്തുൽ ളുഹ നമ്മൾ പാരായണം ചെയ്യണം. എന്തിനാണ്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ളുഹാക്ക് ഒരുപാട് പവറുണ്ട്. അള്ളാഹു തആല ഹബീബിന്റെ സ്നേഹത്തിന്, അള്ളാന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടിറക്കിയിട്ടുള്ളതാണ്. സ്നേഹം ഈ ആയത്തുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ ഈ സൂറത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒന്ന്, നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ അള്ളാഹു തആല മാറ്റിത്തരും. എല്ലാ ദിവസവും നേരം വെളുത്തപാട് ഇനി റമളാൻ എന്ന് മാത്രമല്ല, റമളാൻ അല്ലാത്ത ദിവസങ്ങളിലും സൂറത്തുൽ ളുഹ പതിവാക്കുന്നവരാളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹു ടെൻഷനെ മാറ്റിത്തരും, അള്ളാഹു സങ്കടങ്ങളെ മാറ്റിത്തരും. രണ്ടാമത്, ശത്രു പോലും നമ്മളോട് മിത്രമാകാൻ വേണ്ടിയിട്ട് കടന്നു വരും. എത്ര വലിയ കൊടും ക്രൂരനാണെങ്കിലും, എത്ര വലിയ കുറ്റപ്പെടുത്തുന്നവരാണെങ്കിലും, എത്ര വലിയ ആക്ഷേപിക്കുന്നവരാണെങ്കിലും, എത്ര കളിയാക്കുന്നവരാണെങ്കിലും, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഈ സൂറത്ത് നമ്മൾ എന്താണോ നമ്മുടെ ഖൽബിന്റെ ഉള്ളിലുള്ള നീയത്ത്, ആ നീയത്ത് അനുസരിച്ചിട്ട് നമ്മൾ അല്ലാഹുവിനോട് പറയാം. ആ നീയത്ത് ഖൽബിൽ ഉറപ്പിച്ചിട്ട് റബ്ബിലേക്ക് നമ്മൾ ഓതുക. ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്ന ആയത്താണ്. നബിയേ സങ്കടപ്പെടല്ലേ നബിയേ, വിഷമിക്കല്ലേ നബിയേ, ദുഃഖിക്കല്ല റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് സങ്കടപ്പെടല്ലേ, വിഷമിക്കല്ലേ, ദുഃഖിക്കല്ലേ നബിയെ, എന്തിനാണ് പ്രയാസപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഖുർആനിന്റെ ആയത്ത് അല്ലാഹു തആല ഇറക്കി കൊടുത്തു സൂറത്തുൽ ളുഹായിലൂടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ നാളെ നമ്മൾ ഉറപ്പായി, ഇന്ന് നമ്മൾ ഉറപ്പായി നമ്മൾ ചൊല്ലണം ഈ പരിശുദ്ധമായ ഈ സന്തോഷത്തിന്റെ വാക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ഓരോ ആശയങ്ങൾ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ കൊണ്ടുവരണം, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, നമ്മുടെ മനതലങ്ങളിൽ കൊണ്ടുവരണം, നമ്മുടെ ഖൽബുകളിൽ അത് നമ്മൾ കൊണ്ടുവരണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇത് ഏതൊരാൾ ഓതുന്നോ അവനോട് ആളുകൾക്ക് ശത്രുത വെക്കാൻ തോന്നൂല, അവനെ കുറ്റപ്പെടുത്താൻ തോന്നൂല. അതുകൊണ്ട് സൂറത്തുൽ ളുഹ കൊണ്ട് ജീവിതത്തിന്റെ ഘടങ്ങളെ മാറ്റാൻ നമുക്ക്. ഇനിയിപ്പോ സൂറത്തുൽ ളുഹ ഓതിട്ട് വീട്ടിൽ കയറി അടച്ചിരുന്നിട്ട് എന്തെങ്കിലും കടങ്ങൾ മാറൂല. നമ്മൾ അധ്വാനിക്കുന്നതിനോടൊപ്പം ഈമാനിന്റെ ഒരു ഭാഗമല്ലേ, നമ്മൾ അധ്വാനിക്കുന്നതിനോടൊപ്പം അള്ളാഹുവിന്റെ ഖുർആനാണ് എന്ന് പറഞ്ഞ ഖുർആന് നമ്മൾ സൂറത്തുൽ ളുഹ നമ്മൾ ഓതിയാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കവിടെ ഉന്നമനങ്ങളിലേക്ക് എത്താനുള്ള വഴികൾ അല്ലാഹു തആല തുറന്ന് നമുക്ക് നൽകും.
അതുകൊണ്ട് നല്ല മനസ്സ് വെച്ച്, നല്ലൊരാഗ്രഹം വെച്ച് നമ്മൾ ആ ഒരു വഴിയിലൂടെ നമ്മൾ കടന്നു വരണം. പിന്നീട് ഇവിടുന്ന് പറഞ്ഞു പോകുന്നത്, ജീവിതത്തിൽ ആർക്കും നമ്മളെ വെറുക്കാൻ തോന്നൂല, ആർക്കും നമ്മളെ കളിയാക്കാൻ തോന്നൂല. അതുകൊണ്ട് അങ്ങനത്തെ വഴികളിലൂടെ കടന്നു പോകുമോ, അങ്ങനത്തെ ഒരവസ്ഥ തരുമോ, അങ്ങനത്തെ ഒരു സന്തോഷം തരുമോ, അങ്ങനത്തെ ഖൈറായ വഴികളിലൂടെ ഈമാനിന്റെ മാധുര്യം ഞങ്ങൾക്ക് നീ നൽകുമോ അല്ലാ, ഞങ്ങൾക്ക് തരണേ റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ദുആ ചെയ്യാനൊക്കെ നമുക്ക് പറയാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളെ കണക്കുള്ള ആളുകളുടെ ആമീന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വ യുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ വമുസ്തഫാനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടല്ല നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധരായ ഹബീബിന്റെ പൊരുത്തം കിട്ടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കാർക്കും മാരകമായ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് തരല്ലേ അല്ലാ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് തരല്ലേ അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തരല്ലേ അല്ലാ. പടച്ചവനെ, പരിശുദ്ധമായ റമളാനിന്റെ മഗ്ഫിറത്തിന്റെ 10 നമ്മിൽ നിന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ മഗ്ഫിറത്തിന്റെ ആ റഹ്മത്തിന്റെ 10 കിട്ടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. എത്ര പെട്ടെന്നാണ് റബ്ബേ മണിക്കൂറുകൾ കഴിയുന്നത്, സെക്കൻഡുകൾ കഴിയുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, പൊരുത്തപ്പെട്ട് തരണേ അല്ലാ, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ, സന്തോഷമൂട്ടി ഉറപ്പിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم.